നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇക്കൊല്ലം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി സർക്കാരിനെ പരാജയപ്പെടുത്താനായി വ്യാജ ക്രൈസ്തവ സംഘടനകളുമായി ജിഹാദികൾ രംഗത്ത്. ജിഹാദികൾ പണം നൽകിയും പിന്നിൽ നിന്ന് സഹായിക്കുകയും ചെയ്യുന്നു എന്ന ക്രിസ്ത്യൻ നാമസംഘടനകളുടെ കൂട്ടായ്മയായ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ നേതാക്കളായ ജോൺ ദയാലും AC മൈക്കിളും രംഗത്തെത്തിയെന്ന് BJP ആരോപിക്കുന്നു. ദിവസേന 2 ക്രൈസ്തവർ വീതം ആക്രമിക്കപ്പെടുന്നു എന്ന കണക്കുമായിട്ടാണ് ഇവരുടെ രംഗപ്രവേശനം. പോലീസിന്റെയോ ആഭ്യന്തര മന്ത്രാലയത്തിന്റെയോ രേഖകളിൽ ഇങ്ങനെയൊരു കണക്കില്ല. ജോൺ ദയാലിന്റെ സ്ഥാപനത്തിലെ ടോൾ ഫ്രീ നമ്പറിൽ പലരും വിളിച്ച് പറഞ്ഞ പരാതികളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഇത്. ഇതിന് എത്രത്തോളം ആധികാരികതയുണ്ട് എന്ന് പറയാനും കഴിയില്ല. ജിഹാദികളുടെ ഉറ്റ തോഴനും കേരളത്തിലെ കത്തോലിക്ക സഭയെ തകർക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന മതമൗലികവാദികൾക്കും അവരുടെ കെണികളിൽ വീണ വൈദികർക്കും ഇടയിൽ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന ഷൈജു ആന്റണി ഇക്കാര്യം ചില ചാനൽ ചർച്ചകളിൽ ഉന്നയിച്ചിരുന്നു. ഇതോടെ ചില പത്രങ്ങൾ ഇത് ഏറ്റെടുത്തിരുന്നു. രാജസ്ഥാൻ, മധ്യപ്രദേശ്, തെലങ്കാന, മിസോറാം, ജാർഖണ്ഡ് എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജോൺ ദയാലും AC മൈക്കിളും മറ്റൊരു വ്യാജ പ്രചാരണവുമായി രംഗത്തെത്തിയിരുന്നു. 2022 ജനുവരി മുതൽ ഫെബ്രുവരി 15 വരെ ക്രൈസ്തവർക്ക് നേരെ 53 ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നായിരുന്നു ഇവർ പത്രസമ്മേളനത്തിൽ ആരോപിച്ചത്. ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിലടക്കം ഇത് തള്ളിക്കളയുകയും ചെയ്തു. ജോൺ ദയാലിന്റെ ഓൾ ഇന്ത്യ ക്രിസ്ത്യൻ കൗൺസിൽ എന്ന ജിഹാദി സ്പോൺസേർഡ് കടലാസ് സംഘടന ഉൾപ്പെടെയുള്ള വ്യക്തിഗത സംഘടനകളുടെ കൂട്ടായ്മയായ എക്യുമെനിക്കൽ ഫോറമായ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറമാണ് അന്ന് ആ കണക്കുമായി ഇലക്ഷൻ മുമ്പ് രംഗത്ത് എത്തിയത് BJP നേതാക്കൾ ആരോപിച്ചിരുന്നു. ഈ ഫോറത്തിലെ ഒരു സംഘടനകൾക്കും രാജ്യത്തെ കത്തോലിക്ക സഭയുമായി ഔദ്യോഗികമായ യാതൊരു ബന്ധവുമില്ല. ക്രൈസ്തവ സംഘടനകൾ എന്ന വ്യാജേന പ്രവർത്തിക്കുന്നത് അർബൻ നക്സലുകളും ഇസ്ലാമിക മതമൗലികവാദ സംഘടനകളും ചേർന്ന പിന്നിൽ നിന്ന് നയിക്കുന്നവരുമാണ്. പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ഇസ്ലാമിസ്റ്റ് സംഘടനകളും നക്സൽ സംഘടനകളുമായ അടുത്ത ബന്ധം പുലർത്തുന്നതും മതമൗലികവാദ രാജ്യവിരുദ്ധ സംഘടനകൾ മുൻകൈയെടുത്ത് രൂപീകരിച്ചിട്ടുമുള്ള പല സമിതികളിൽ മെമ്പർമാരാണ് ജോൺ ദയാലും കൂട്ടാളികളുമെന്ന പലതവണ ആരോപണം ഉയർന്നിട്ടുണ്ട്. രാജ്യത്തെ ഔദ്യോഗിക ക്രൈസ്തവ സഭകൾക്കെതിരെ വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ പലതവണ ഇവർ ആവർത്തിച്ച് ഉന്നയിച്ചിരുന്നു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടന്ന സമരത്തിലും ഇക്കൂട്ടർ സജീവമായിരുന്നു. ഓൾ ഇന്ത്യ ക്രിസ്ത്യൻ കൗൺസിൽ എന്ന കടലാസ് സംഘടനയുടെ സെക്രട്ടറി ജനറലായ ജോൺ ദയാൽ ഇസ്ലാമിക മതമൗലികവാദ സംഘടനകൾക്ക് പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റാണ്. NIA അറസ്റ്റ് ചെയ്ത് ഡൽഹിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് നേതാക്കളിൽ ഒരാളായ പ്രൊഫസർ P. കോയ ഈ സംഘടനയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയും. ഇതേ സംഘടനയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് നേതാവ് തന്നെയായ അഡ്വക്കേറ്റ് A. മുഹമ്മദ് യൂസഫിനെയും NIA അറസ്റ്റ് ചെയ്തിരുന്നു. ഇതാണ് ഇവരൊക്കെ തമ്മിലുള്ള അന്തർധാര. ഹിന്ദി ഹൃദയഭൂമിയായ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ നിരന്തരം ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് എന്ന പ്രചരണം ഈ സംഘടനകൾ പതിവായി നടത്താറുമുണ്ട്. പക്ഷേ അതവിടെ ഏഷില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഇവർ കേരളത്തിലും അമേരിക്ക, കാനഡ എന്നിവിടങ്ങളിലുമാണ് പ്രചരിപ്പിക്കുന്നത്. ഇതിന്റെ മറവിൽ ധനശേഖരണം നടത്താറുണ്ടെന്നും ആക്ഷേപമുണ്ട്. ചിലരൊക്കെ സ്വന്തം അക്കൗണ്ട് വഴി പണം സ്വീകരിച്ചതായും ആക്ഷേപം ഉയർന്നു. ദേശീയ തലത്തിൽ ക്രൈസ്തവരുടേതായി അറിയപ്പെടുന്ന 2 മാധ്യമങ്ങളാണ് ഇന്ത്യൻ കറൻസിയും മാറ്റേഴ്സ് ഇന്ത്യയും. ഇതിൽ രണ്ടിലും വരുന്ന ലേഖനങ്ങളിൽ പലതും അന്തർദേശീയ തലത്തിൽ ചർച്ചയാകാറുണ്ട്. ജോൺ ദയാൽ ഉൾപ്പെടെയുള്ളവർ വസ്തുക്കൾ മറച്ചുവെച്ച് പതിവായി ഈ മാധ്യമങ്ങളിൽ വേണ്ടി ലേഖനം എഴുതാറുമുണ്ട്. കറൻസി, കപ്പൂച്ചിൻ സന്യാസ വിഭാഗങ്ങളിൽ ഒരച്ഛന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പ്രസിദ്ധീകരണമായതിനാൽ പലരും ഇത് ആധികാരികമാണെന്ന് വിശ്വസിക്കും. വിശദമായ പരിശോധനകൾ നടത്താതെ ഇവ വാർത്തയാക്കുകയും ചെയ്യും. മാസ്റ്റേഴ്സ് ഇന്ത്യ ന്യൂസ് ഏജൻസിയാണ്. അതിനാൽ ഇന്ത്യയിൽ വലിയ തോതിൽ ക്രൈസ്തവ പീഡനം നടക്കുന്നു എന്ന പ്രചാരണം അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇവർക്ക് കഴിയുന്നത്. ജോൺ ദയാലും കൂട്ടരും പുറത്തുവിടുന്ന റിപ്പോർട്ടുകളും ശരിയാണ് എന്ന് വിശ്വസിച്ച് കേരളത്തിലെ ഔദ്യോഗികവും അനൌദ്യോഗികവുമായിട്ടുള്ള ക്രൈസ്തവ മാധ്യമങ്ങൾ നോർത്ത് ഇന്ത്യയിലെ വലിയ രീതിയിൽ ക്രൈസ്തവ പീഡനം നടക്കുന്നതായി തെറ്റിദ്ധരിച്ച് വാർത്തകൾ പ്രസിദ്ധീകരിച്ചത് കാണാറുണ്ട്. ജോൺ ദയാലും കൂട്ടരും ക്രൈസ്തവരുടെ പേരിൽ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പരിശോധിച്ച് ശരിയായ വസ്തുത വിശ്വാസികളെ ബോധ്യപ്പെടുത്താൻ സഭാ നേതൃത്വം അവർക്ക് കീഴിലുള്ള മാധ്യമങ്ങളും ശ്രമിക്കാറുമില്ല. ഇത് മുതലെടുക്കുകയാണ് വ്യാജ പ്രചാരകർ. കേരളമാണ് ഇവരുടെ വിളനിലം. ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുന്നത് കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ക്രിസ്മസ് വിരുന്ന് ഒരുക്കിയതും. അത് ഇടതുപക്ഷത്തെയും ഐക്യജനാധിപത്യ മുന്നണിയെയും വല്ലാതെ ആശങ്കയിലാഴ്ത്തി. അതുകൊണ്ടാണ് ഇടതുപക്ഷം ബിഷപ്പുമാർക്കും മറ്റാർക്കുമെതിരെ
തിരിഞ്ഞതും ക്രൈസ്തവർക്കെതിരെ വ്യാപക ആക്രമണം നടക്കുന്നുവെന്ന ആരോപണം ഉന്നയിച്ചതും. ആരോപണങ്ങൾ ഉന്നയിക്കുക മാത്രമല്ല, ബിഷപ്പുമാരെയും മറ്റും അധിക്ഷേപിക്കുകയും ചെയ്തു. ഭീഷണിയുടെ സ്വരമാണ് അതിലൂടെ പുറത്തു വന്നത്. ഇതിനെല്ലാം കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. മോദിക്ക് മൂന്നാം ഊഴം ലഭിക്കുമെന്ന് ഉറപ്പായതോടെ എല്ലാ ചെങ്കീരികളും കള്ളക്കഥകളും വ്യാജ ആരോപണങ്ങളുമായി രംഗത്ത് വരികയുമാണ്.